യെസ്, ഹലോ അച്ചോ, ഹായ്, നമസ്തേ, ക്യാ ഹാൽ ചാൽ. നമ്മൾ ഈ ഒരു ഓണം എക്സാമിന് +2 ഓണം എക്സാമിൻ്റെ ഒരു നല്ല ലാപ്പിൽ നമ്മളിങ്ങനെ പോക്കാണ് അല്ലേ. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനത്തെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദോസ്തി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ദോസ്തി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്താണ് ചോദിക്കുക എന്ന് മനസ്സിലായാൽ തന്നെ പാഠഭാഗം പഠിക്കേണ്ട ആവശ്യമില്ല. ഷോലെ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ഫിലിമിലെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ലോകപ്രിയത നേടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഹേ ദോസ്തി ഹം നഹീ ചോഡെംഗെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഈസ് കവിത മത്ലബ് ഹേ യെ ഫിലിം ഗീത്. ഓക്കെ, ഇത് കവിതയല്ല, ഇറ്റ്സ് എ ഫിലിം ഗീത്. ആനന്ദ് ബക്ഷി എഴുതിയിട്ടുള്ള ഒരു ഫിലിം ഗീതാണ് നമ്മുടെ ഈ ഒരു ദോസ്തി എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അമിതാഭ് ബച്ചനും അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്. ആരാണെന്ന് അറിയുന്ന ആൾക്ക് കമന്റ് ബോക്സിൽ അറിയാം. സോ അമിതാഭ് ബച്ചനാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ലീഡ് ആക്ടറായിട്ട് വരുന്നത്. 2 പേരുണ്ട്. സോ ഈ 2 പേരുടെ സൗഹൃദത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ നല്ലൊരു സുഹൃത്ത്, നിങ്ങളുടെ ഗ്രോത്തും നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തോ, അവനും പഠിച്ചോട്ടെ. സെറ്റ് അല്ലേ? സോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നല്ലൊരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്തും സെറ്റ് ആവും എന്നാണ് ഈ ഒരു പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ദോസ്തി എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ഗീത് ഷോലെ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ ഈ ഒരു ഷോലയിലെ ഈ ഒരു ദോസ്തി എന്ന് പറയുന്ന ഈ ഫിലിം ഗീതിനെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാലോ. ഇതിന്റെ ആശയം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചോദ്യ പേപ്പറിൽ എല്ലാ പ്രാവശ്യവും കാണുന്നത് ഓണം എക്സാമിന് എന്താണ്, കുറച്ച് വരികൾ തരും. ഷോലെ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ഗീതിലെ ഒരു 4-5 വരികൾ തരും. എന്നിട്ട് നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇത്രമാത്രമാണ്. എന്താണ് ആ ചോദ്യം? എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്ന, നിങ്ങൾ ചോദ്യ പേപ്പർ പോലും നോക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് 4 മാർക്കിന് ചോദിക്കുന്ന ഈ ചോദ്യം. ഫ്രണ്ട്ഷിപ്പിന് ഈ ഒരു ഷോലെ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ ദോസ്തി ഗീത് നിങ്ങൾ പഠിച്ചല്ലോ, വായിച്ചല്ലോ. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒരു 4 മാർക്കിന് എഴുതിക്കൂടെ? ദോസ്തിയെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എസ്സേ ആയിട്ട് ഒരു 4 മാർക്കിന് എഴുതൂ. മതി. നിങ്ങൾക്ക് പഠിച്ച് മേരാ സുഹൃത്ത് കാ നാം ഹേ മേരാ ദോസ്ത് കാ നാം ഹേ അശ്വന്ത് മേ ഉസ്കോ ആൽഫ പുക്കാർത്തെ ഹേ, ഞാൻ അവനെ വിളിക്കുന്ന ഇരട്ട പേര്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്ക്. ഇത് അതുപോലെ എക്സാം ഹാളിൽ കൊണ്ടുപോയി എഴുതാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്കുണ്ട് കോൺഫിഡൻസ്, മേ ആപ്കോ സിക്കാറാവും, ഞാനല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു പ്രീഫേസ് ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെറ്റ് ആക്കണ്ട. എക്സാം ഹാളിൽ പോകും, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് നമ്മൾ എഴുതും. അതാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കണം. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കിയാൽ മതി. ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ ഞാൻ ജിമ്മൻ സാർ ജൂപ്പോടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നോക്കാം. സെറ്റ്. അടുത്ത ഈ ഒരു 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു 4 മാർക്ക് ഈസി ആയിട്ട് എങ്ങനെ വാങ്ങിച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. സോ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു എസ്സേ പ്രിപ്പയർ ചെയ്താൽ മതി. അടുത്തതാണ് ഈ ഷോലെ ഫിലിം അല്ലെ. ഷോലെ ഫിലിം നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗീതമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഏ ദോസ്തി. ആ ഒരു പാട്ട്, ആ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലേ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് 4 മാർക്കിന് ഈ ഒരു ഓണം എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. 6ാമത്തെ ആ ഒരു ചാപ്റ്ററും നമ്മൾ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഠീക വെച്ചോ. വേറെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. എന്താണ് ദോസ്തി എന്ന് പറയുന്നത്? അഠൂട്ട് ബന്ധനാണ്. ആ ഒരു പൊട്ടാത്ത ആ ഒരു ബന്ധനത്തെ കുറിച്ചാണ്. ദോസ്തി കഹത്തെ ഹൈ കി വേ അപ്നി ജാൻ ദേ ദേഗി പർ ദോസ്ത് കെ സാത്ത് കഭി ചോടെങ്കിൽ, എന്റെ ജീവൻ കൊടുത്താലും ഫ്രണ്ട്ഷിപ്പിനെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യത്തില്ല. ഫ്രണ്ടിനെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. മേരെ ഹാത്ത് നീ ചൂടുങ്ക, ഞാൻ ഒരിക്കലും അവനെ കൈവിടത്തില്ല എന്ന ആ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത്. ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ്, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. എന്താണ്? ഉനിക്കി ജീത് ഹാർ, ഓക്കെ, തേരാ ഹാർ മേരാ ഹാർ. ആ ഒരു കാര്യമില്ലേ, നിന്റെ തോൽവി എന്റെയും തോൽവിയാണ്, നിന്റെ വിജയം എന്റെ വിജയമാണ് എന്നാണ് പറയുന്നത്. സുഖദുഃഖോർ ജാൻ, സുഖദുഃഖത്തിലൊക്കെ ഞാൻ നിന്റെ ഭാഗമാവും. എപ്പോഴും സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും പങ്കുചേരുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ്സേയിൽ കൊടുക്കാം. മേര ഹർ സുഖമേ ഹർ ദുഃഖമേ മേര ദോസ്ത് സാത്ത് നിഭാത്തെ ഹേ, എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, സബ് കുച്ച് ഏക് ദൂസരെ സെ ജുഡേ ഹുയേ ഹേ. എല്ലാം എന്താണ്, പരസ്പരം ആ ഒരു കോറിലേഷൻ ആണ്. ആ ഒരു കോറിലേഷൻ പരസ്പരം ഞങ്ങൾ തമ്മിലുണ്ട്. വേ ഏക് ദൂസരെ കെ ലിയേ ജാൻ പർ ഭി ഖേൽ സക്തേ ഹേ. പരസ്പരം എന്താണ്, ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പേരും വി ആർ റെഡി. ഓക്കെ, നമ്മൾ ജീവൻ, നിനക്ക് വേണ്ടി എന്റെ ജീവനും നീ എന്റെ ജീവനും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്. സബ്സെ ദുഷ്മനി ബി കരേങ്കെ, നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് ഞാൻ ശത്രുത ചെയ്യാനും തയ്യാറാണ്.
എവറിത്തിങ് ഫോർ യു എന്ന് ആ സുഹൃത്തിനോട് പറയുന്നു. ഈശ്വർ സെ പ്രാർത്ഥന കർത്തെ ഹെ, എപ്പോഴും ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കും, എന്ത് കബി ബി ഏക് ദൂസരെ സെ ജുദായ ഖഫാ ഹോ, ഒരിക്കലും നമ്മൾ പിരിയാതിരിക്കാൻ ഞാൻ എപ്പോഴും ഈശ്വരനോട് പറയും. ഓക്കെ, ഉനക്ക ഖാനാ പീന ഓർ മർ ജാന ഏക് സാത്ത്, ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ്, വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഒരുമിച്ച്, ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിൽ അതും ഒരുമിച്ച്, സബ് കുച്ച് ജിന്ദഗി ഭർ സാത്ത് മേ ഹി ഹോഗ, എല്ലാം നമ്മുടെ ലൈഫ് ലോങ് ഒരുമിച്ചാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു സുഹൃത്തും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഒന്ന് മെൻഷൻ അടിച്ചോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഠീക്ക് വെച്ചോ, താങ്ക് യു, ജയ് ഹിന്ദ്, ടാറ്റ, ബൈ ബൈ. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. സുഹൃത്തിനെ കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂലേ? കാരണം അത്രക്കും ഇല്ലേ നിങ്ങളുടെ ആ ഒരു സുഹൃത്തുമായിട്ടുള്ള എക്സ്പീരിയൻസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു പ്രശ്നമാകത്തില്ല. ഇറ്റ് വോണ്ട് ബി ലൈക്ക് എ ഹെർക്കുലീസ് ടാസ്ക്, ഇറ്റ് വിൽ ബി വെരി ഈസി. 4 മാർക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗം തന്നെയാണ് ദോസ്തി. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഓണം എക്സാമിനേക്ക് +2 കുട്ടികൾ തയ്യാറാണ്. ഠീക്ക് വെച്ചോ, ബോത്ത് ബോത്ത് ധന്യവാദ്, ടാറ്റ, ജയ് ഹിന്ദ്.